എഡിജിപിയെ ചൊല്ലി ഇടതുമുന്നണിയിൽ ഭിന്നത രൂക്ഷം. CPI-യും RJD-യും നിലപാട് കടുപ്പിച്ചതോടെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ഇടതുമുന്നണി. മുന്നണിയിൽ നിന്ന് CPI കടുത്ത എതിർപ്പ് അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ADGPക്ക് സംരക്ഷണം തീർക്കുന്നത് തുടരുകയുമാണ്. നടപടി സ്വീകരിക്കാത്തതിൽ വിശദീകരണവുമായി ഇടത് മുന്നണി കൺവീനർ കൂടി രംഗത്തെത്തിയ ഒരു സാഹചര്യം. ES ശാലിനി വിശദാംശങ്ങളുമായി എത്തുന്നു. ശാലിനി, എന്തായാലും ഈ ഇടതുമുന്നണിയിലെ ഭിന്നത അത് പല വിഷയങ്ങളിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ADGPക്ക് മുഖ്യമന്ത്രി ഒരുക്കുന്ന സംരക്ഷണത്തിൽ കടുത്ത അതൃപ്തിയിൽ CPI മാത്രമല്ല മറ്റ് ഘടകകക്ഷികളുമുണ്ട്. അത് പല ആവർത്തി നേരിട്ട് CPM-നെ അറിയിച്ചിട്ട് പോലും അതിൽ വഴങ്ങാൻ CPM-ഓ മുഖ്യമന്ത്രിയോ തയ്യാറാകുന്നില്ല. അങ്ങനെ തന്നെയാണോ? അനു, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പ്രധാനമായും കഴിഞ്ഞ ദിവസമാണ് ഇടതുമുന്നണിയുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നത്. AKG സെന്ററിൽ ഇടതുമുന്നണിയുടെ കൺവീനറായി TP രാമകൃഷ്ണൻ ചാർജ് എടുത്തതിന് ശേഷമുള്ള ആദ്യ യോഗമാണ്. സ്വാഭാവികമായും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ADGP MR അജിത് കുമാറിനെതിരായിട്ടുള്ള നടപടി അല്ലെങ്കിൽ അന്വേഷണം സംബന്ധിച്ചുള്ള വിശദാംശങ്ങളടക്കം ചർച്ചയ്ക്ക് വരുമെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ യോഗത്തിന് ശേഷം മനസ്സിലാക്കിയത് RJD-യും CPI-യും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇടതുമുന്നണിയിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റകക്ഷി അല്ലെങ്കിൽ ഏറ്റവും വലിയ മുന്നണി എന്നുള്ളതും ശക്തി പ്രകടിപ്പിച്ചിട്ടുമുള്ളത് CPI അടക്കം കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടും ADGPയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് CPM-ന്റെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരു സംരക്ഷണ കവചം മുഖ്യമന്ത്രി ADGPക്ക് ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ചില പരാമർശങ്ങൾ അദ്ദേഹം യോഗത്തിൽ നടത്തുകയുണ്ടായി. ഒന്ന്, അന്വേഷണമൊക്കെ തന്നെ നടക്കുകയല്ലേ, അന്വേഷണം നടന്നതിന് ശേഷം കൃത്യമായ നടപടികളിലേക്ക് കടക്കാം, അല്ലെങ്കിൽ അതിനുശേഷമായിരിക്കും നടപടികൾ എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വിശദമാക്കിയിട്ടുള്ള കാര്യം. ഇടതുമുന്നണിയുടെ കൺവീനർ TP രാമകൃഷ്ണനും അത്തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് യോഗത്തിന് ശേഷം പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. യോഗത്തിലേക്ക് പോകുന്നതിന് മുൻപും തിരികെ ഇറങ്ങി വരുമ്പോഴും CPI-യും RJD-യും ആ ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കാരണം അന്വേഷണം നടക്കുകയാണ്, സ്വാഭാവികമായും തലസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടൊരു അന്വേഷണം കൃത്യമായി വരണം, മുഖം നോക്കാതെ നടപടി ADGPക്കെതിരെ വേണം എന്നുള്ള ഒരു നിലപാട് RJD ഉന്നയിക്കുന്നുണ്ട്. CPI-യും അത്തരത്തിലൊരു നിലപാട് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അക്കാര്യം മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അജണ്ടയിൽ വെച്ച് തന്നെ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കണം എന്നുള്ളതായിരുന്നു RJD-യുടെ നിലപാട്. പക്ഷേ ചർച്ചയ്ക്ക് വരിക മാത്രമല്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതല്ല, പകരം ഒരു വിശദീകരണം നൽകിക്കൊണ്ട് വിഷയം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മുൻപ് എങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഭരണപക്ഷത്തിരിക്കുന്ന ഒരു MLA ഭരണപക്ഷത്തെ തന്നെ ഏറ്റവും വിശ്വസ്തനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കൃത്യമായ തെളിവുകളോടെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഒരു ഭാഗത്ത്, മറുഭാഗത്ത് CPI ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു. യുവജന സംഘടനകളടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി പൊതുനിരത്തിലേക്ക് അടക്കം എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ അടക്കം വിമർശനങ്ങൾ വരുന്നൊരു പശ്ചാത്തലം. അവിടെയാണ് ഒരു സംരക്ഷണ കവചം ഒരുക്കുന്നതോടൊപ്പം തന്നെ യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിക്കാൻ ഇടതുമുന്നണി തയ്യാറാകാത്തൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് BJP-യുടെ കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറെ കണ്ടെന്ന പേരിൽ EP ജയരാജൻ മുൻ LDF കൺവീനർ അടക്കമുള്ളവരെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയ നടപടികൾ സ്വീകരിച്ചത് നമ്മൾ കണ്ടതാണ്. ഇടതുമുന്നണി യോഗം അത്തരത്തിലൊരു തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടിയുടെ ചുമതലകളിൽ അദ്ദേഹം നിൽക്കുന്നുണ്ടെങ്കിലും ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ EP ജയരാജനെതിരെ അങ്ങനെ ഒരു സാഹചര്യം എങ്ങനെ ഉടലെടുത്തു എന്നത് രാഷ്ട്രീയ കേരളത്തിന് അറിയുന്നതാണ്. ആ സമയത്ത് പ്രകാശ് ജാവദേക്കറെ കണ്ടതിന് ശേഷം മുഖ്യമന്ത്രി വളരെ വിവാദമായ ഒരു വിമർശനമൊക്കെ പരസ്യമായി നടത്തുകയുണ്ടായിരുന്നു. ഒരു കാലത്ത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന വലങ്കയായിരുന്ന EP-ക്കെതിരെ. പക്ഷേ ADGPയുടെ കാര്യം വരുമ്പോൾ ഇതേ മുഖ്യമന്ത്രി തന്നെയാണ് വലിയ രീതിയിലുള്ള കവചം തീർക്കുന്നതും. അനു, അത് തന്നെയാണ്. ഒരേ മുന്നണി തന്നെ രണ്ടു പേർക്കെതിരെ, പാർട്ടിയുടെ ഏറ്റവും വിശ്വസ്തരായ രണ്ടു പേർക്കെതിരെ രണ്ട് രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളൊരു കാര്യം. അതായത് EP പാർട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും നോക്കാതെ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ പാർട്ടിയുടെ ഉന്നത ചുമതലകളിൽ നിന്ന് ഒഴിവാക്കുന്നത്, രാജിവെപ്പിക്കുന്നത്, രാജിവെച്ച് അദ്ദേഹം പോവുകയും ചെയ്തിട്ടുള്ളത്. മറുഭാഗത്ത് നമ്മൾ പരിശോധിക്കേണ്ടത് ക്രമസമാധാന ചുമതലയുള്ള സംസ്ഥാനത്തെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. സംസ്ഥാനത്തിന്റെ മൊത്തം ക്രമസമാധാന ചുമതല അദ്ദേഹത്തിന്റെ കൈകളിലാണ്. നിരവധി ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയരുന്നത്. ഒന്ന്, അനധികൃത സ്വത്ത് സമ്പാദനം, ബന്ധുക്കളുടെ ബിനാമികളുടെ പേരിൽ സ്വത്ത് സമ്പാദനം, റിദാൻ കൊലക്കേസ് അടക്കമുള്ള കേസുകളിൽ അട്ടിമറി ഉണ്ടായി. സോളാർ കേസിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ, ശബരിമലയിൽ അടക്കം വലിയ രീതിയിലുള്ള അട്ടിമറിക്ക് സാധ്യതയുണ്ടാക്കിയത് അല്ലെങ്കിൽ അത്തരത്തിൽ സാഹചര്യം ഉണ്ടാക്കിയത് ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് എന്നുള്ള വിമർശനം ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇക്കഴിഞ്ഞ തൃശൂർ പൂരം അടക്കം അലങ്കോലപ്പെടുത്താൻ MR അജിത് കുമാർ ബോധപൂർവമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. മലപ്പുറം SP
SP ഓഫീസിലെ മരമുറിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഒരു ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് നേരെ ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടാവുകയും ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ക്രമസമാധാന പാലനം മറ്റൊരാൾക്ക് നൽകിക്കൊണ്ട് അന്വേഷണത്തിനെ നേരിടേണ്ട ഒരു സാഹചര്യം നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഈ ഒരു ആരോപണം ഉയർന്ന് 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട സർക്കാർ തന്നെയാണ് ഒരു സംരക്ഷണ കവചം ഒരുക്കി MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷമടക്കം കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ആ അന്വേഷണങ്ങളും അല്ലെങ്കിൽ ആരോപണങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയേക്കാം. അത് ഭയന്നുകൊണ്ടാകാം ഒരു പക്ഷേ മുഖ്യമന്ത്രി ഇതിൽ മൃദു സമീപനം സ്വീകരിക്കുന്നത് എന്നുള്ളൊരു വിമർശനം അത് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആരോപണങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു, സംരക്ഷണ കവചം മറുഭാഗത്ത് മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയും ഒരുക്കുമ്പോൾ ഇടതുമുന്നണിയിലെ ശക്തരായ RJDയും CPIയും കടുത്ത നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പുറത്തു നിൽക്കുകയാണ്. ഇനി ഏത് തരത്തിലുള്ള പൊട്ടിത്തെറിയിലേക്ക് അവർ കടക്കുമെന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം പാർട്ടിയുടെ മുന്നണിക്കുള്ളിൽ വലിയ രീതിയിലുള്ള വാക്പോലിലേക്കും വിഭാഗീയതയിലേക്കും വിമർശനങ്ങളിലേക്കും പാർട്ടി നേതൃത്വങ്ങളും മുന്നണിയിലെ പല ഘടകകക്ഷികളുടെ സംസ്ഥാന നേതാക്കളും കടന്നിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. അത് പരസ്യമായി പൊട്ടിത്തെറിക്കുന്നതാണ് ഇന്നലെ ഇടതുമുന്നണി യോഗത്തിലും കണ്ടിട്ടുള്ളത്. അനു.